ഇന്ന് ഞായറാഴ്ചകളിൽ സ്വതവേ ഞാൻ വൈകിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാറുള്ളത്. കാര്യമായിട്ടുള്ള വർക്കുകൾ ചെയ്തു വരുമ്പോൾ അത് വൈകുന്നേരം ആവാറുണ്ട്. അതുകൊണ്ടാണ് വൈകുന്നേരം ഇറങ്ങുന്നത്. ഇന്നും രാവിലത്തെ വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് വൈകുന്നേരം ആയിരുന്നു സമയം. ഇന്ന് എനിക്ക് കാര്യമായിട്ട് 1-2 പണികൾ ചെയ്തു തീർക്കാനുണ്ട്. അതിലേക്കാണ് ഈ യാത്ര. സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാൻ വെയിറ്റ് ചെയ്ത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ്. ഒടുവിൽ ഒരു 5 മണിയോടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അടുത്ത ആഴ്ചയാണ് ഞങ്ങളുടെ ആനുവൽ മീറ്റിംഗ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിലേക്കുള്ള ഡ്രസ്സ് വാങ്ങാനാണ് ഈ പോക്ക്. ഞാൻ സ്വതവേ അലൻസൊള്ളി എന്ന് പറയുന്ന ബ്രാൻഡാണ് ഉപയോഗിക്കാറുള്ളത്. കാര്യമായിട്ടൊരു സ്പെഷ്യാലിറ്റിയും ഉണ്ടായിട്ടല്ല, നല്ല ഓഫേഴ്സ് കിട്ടുന്നത് അലൻസൊള്ളിന് മാത്രമാണ്. ആദിത്യ ബിർല ഗ്രൂപ്പിന്റെ അവരുടെ തന്നെ ബ്രാഞ്ചായ വാൻ ഹ്യൂസനും ബാക്കിയുള്ള ഷോറൂംസ് ഒക്കെ നോക്കി കഴിഞ്ഞാലും അത്രയും ഓഫേഴ്സ് കിട്ടാറില്ല. എന്റെ പർച്ചേസുകൾ സ്വതവേ നടക്കുന്നത് വർഷത്തിൽ 1 മാത്രമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം മേടിച്ചപ്പോൾ 5 എണ്ണത്തിന് 7 എണ്ണം ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് 3 എണ്ണത്തിന് 4 എണ്ണമായിട്ട് കുറഞ്ഞു. ഓഫർ കുറഞ്ഞാലും ഇന്ന് മേടിക്കാതെ നിവർത്തിയില്ല. അതുകൊണ്ട് തന്നെ മേടിക്കുക തന്നെ. ഓഫീസ് പർപ്പസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ മേടിച്ചതിന് ശേഷം ഞാൻ എന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയുള്ള ഡ്രസ്സുകൾ സെലക്ട് ചെയ്യാൻ തുടങ്ങി. അതിൽ തന്നെ 1-2 എണ്ണം ഞാൻ നന്നായി ഇഷ്ടപ്പെട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കൂ. നമ്മുടെ രണ്ടാളുടെയും മൈൻഡ് സെറ്റ് ഒരുപോലെ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ലേറ്റ് ആയിരുന്നു സമയം. എത്ര ലേറ്റ് ആയാലും നേരത്തെ വീട്ടിൽ കയറുന്ന സ്വഭാവം ഞായറാഴ്ചകളിലില്ല. അതുകൊണ്ട് തന്നെ ഡ്രസ്സുകളൊക്കെ വീട്ടിൽ കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. ഉദ്ദേശം ഒരു സിനിമ കാണലാണ്. അതുകൊണ്ട് തന്നെ ലേറ്റ് ആകും. അതുകൊണ്ട് നേരത്തെ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വഴി കണ്ടൊരു ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് ഞാൻ നേരെ മുക്കത്തേക്ക് വെച്ച് പിടിച്ചു. മുക്കത്തുള്ള PC തിയേറ്ററിലാണ് പടം ബുക്ക് ചെയ്തിരുന്നത്. 9:00 തുടങ്ങേണ്ട പടം ഞാൻ എത്തിക്കഴിഞ്ഞിട്ട് 9:36 തുടങ്ങുന്നത്. പടം ഇറങ്ങിയിട്ട് 2-3 ദിവസങ്ങളായിട്ടുണ്ടെങ്കിലും എനിക്ക് കാണാൻ ഇപ്പോഴാണ് സൗകര്യം കിട്ടിയത്. സിനിമയുടെ പേര് ഡെർബി. ഒരു സാധാരണ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ സിനിമയായിട്ടാണ് ഈ സിനിമയും തുടങ്ങുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് ഈ സിനിമ ക്ലിക്ക് ആവാത്തതെന്ന് ചോദിച്ചാൽ അത് വാഴയുടെ എഫക്റ്റ് തന്നെയാണ്. വാഴ ഫസ്റ്റിനെ പോലെയെങ്കിലും ഇതിനെ ഒന്ന് പരിഗണിക്കണേ എന്നാണ് എൻ്റെ അഭിപ്രായം. അത്ര വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള ടീമൊന്നുമല്ല, പക്ഷെ അവരെ ഒരു ഐറ്റം ഉണ്ട്, ദേ ഈ കാണുന്ന മുതൽ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഏത് ചെറുതും വലുതായ പണികൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ പെർഫെക്റ്റാണ്. ഇതിൽ പക്ഷെ അദ്ദേഹം പക്ക നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ് വരുന്നത്. അങ്ങനെ വാഴ പോലെ തന്നെ അല്ല, വാഴയേക്കാൾ കുറച്ചുകൂടി മുകളിൽ ഈ പടം നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. സിനിമ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏതാണ്ട് 12 മണി കഴിഞ്ഞിരുന്നു സമയം. എളുപ്പം വീടെത്താനുള്ള നെട്ടോട്ടത്തിനൊടുവിൽ പെട്ടെന്നാണ് ഒരു കോൾ വരുന്നത്. എൻ്റെ ഒരു സുഹൃത്തായിരുന്നു അത്. നേരെ പോയത് അവനെ കാണാനാണ്. അവനും മോളും വാഴ 2 കാണാൻ വേണ്ടി പോയതായിരുന്നു. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ നമ്മളെ വൈറൽ കപ്പിൾസിന്റെ അടുത്ത് ഇറങ്ങി. അവിടെ എത്തിയിട്ടാണ് എന്നെ വിളിക്കുന്നത്. അവിടേക്കാണ് ഞാനും എത്തിച്ചേർന്നത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ ദിവസമാതിരി കുറേ നേരം അവരോടൊപ്പം സംസാരിച്ചിരുന്നു. ഇതിപ്പോ മക്കളും കൂടി ഉള്ളതുകൊണ്ട് സമയം പോകുന്നത് അറിയില്ല. ഏതാണ്ട് 1:30 or 2 മണിക്കായിട്ടാണ് ഞങ്ങൾ ഇതിനെ അവിടുന്ന് തിരിച്ചു പോരുന്നത്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പറയാം.